കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ ഇനി വരുന്ന ഒരാഴ്ചയിലെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. അങ്ങനെതാ നമ്മുടെ ചാരിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുകയാണ്. കിരണും കല്യാണിയും ഒക്കെ ക്ഷേത്രത്തിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മുടെ ചാരിയുടെ കിളി പോയ അവസ്ഥയിലാണ്. അപ്പം ചാരി ഒരു കാര്യം തീരുമാനിച്ചു. എന്തായാലും ഡോക്ടറിന്റെ അടുത്ത് തെളിവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, അയാൾ DNA ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് റിസൾട്ട് അറിയിക്കാമെന്നും പറഞ്ഞു. അപ്പം തൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് റിസൾട്ടിന്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പോയ കാര്യങ്ങളും ശാരി ആലോചിച്ചു. അപ്പോഴാണ് ശാരിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഇത്രയും അധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ് കിരണും അതുപോലെ കൂട്ടുകാരിയായിട്ടുള്ള ഒരു ഡോക്ടറും ഒക്കെ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ശാരിയുടെ ചങ്ക് ഇങ്ങനെ പടപടാന്നിടിക്കുകയാണ്. ഇനിയിപ്പം എന്ത് ചെയ്യും? താൻ വിചാരിക്കുന്നത് പോലെ തൻ്റെ മകളല്ല സറിയുമെങ്കിൽ താൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനിൽ നമ്മുടെ ശാരി അങ്ങനെ ഇരിക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കിരണും കല്യാണിയും കൂടി ശാരിയോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരസ്പരം പറയുകയാണ്. അതെ കിരണേട്ടാ, നമുക്ക് ഒരു വിശ്വാസമുണ്ട്, താര ആൻറ്റിയുടെ മോളാണ് സരയു എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് ശാരി ആൻറ്റിൽ ഇതിലെന്തെങ്കിലും ഒരു കള്ളത്തരം കാണിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ കല്യാണി കിരണിനോട് കാര്യങ്ങൾ പറയുമ്പോൾ കിരണാണെങ്കിലോ ഒരിക്കലും അവരവരുടെ മകളുടെ ജീവിതം വെച്ച് ഇങ്ങനെ ഒരു കളിയൊന്നും കളിക്കില്ല. അവർ സത്യങ്ങൾ അറിയുന്ന നിമിഷം എൻ്റെ അമ്മാവൻ എന്ന് പറയുന്നവൻ തീർന്നത് തന്നെയാണ്. പിന്നെ എന്തായാലും അവരെ കൊണ്ടുള്ള ശല്യം നമുക്കുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം സരയുൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോഴത്തേക്കിനും സരയു അങ്ങനെ അടങ്ങിയിരിക്കുന്ന കൂട്ടത്തിലല്ലല്ലോ. അവൾക്ക് കിട്ടാത്തതൊന്നും മറ്റാർക്കും കിട്ടരുത് എന്ന് വാശിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് കിരണേട്ട, ഇനി അവൾ നമ്മളെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടി കല്യാണി ഇങ്ങനെ പറഞ്ഞതും കിരണാണെങ്കിലോ നീ എന്തായാലും പേടിക്കൊന്നും വേണ്ട. നിനക്ക് കൂട്ടായിട്ട് നിനക്ക് തുണയായിട്ട് ഞാനില്ലേ നിന്റെ കൂടെ. എന്നാലും നമ്മൾ ബന്ധം പിരിയൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കല്യാണി ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. കിരണാണെങ്കിലോ അവളെ ആശ്വസിപ്പിച്ചു. ഇത്രയും ആത്മാർത്ഥത ഉള്ള സ്നേഹമാണെങ്കിൽ ആ സ്നേഹം എന്ന് നിലനിൽക്കും. നിനക്കിപ്പോൾ മനസ്സിലായില്ലേ, എൻ്റെ അച്ഛനും അമ്മയും എത്ര കാലമാണ് പിരിഞ്ഞു താമസിച്ചത്? 25 വർഷങ്ങൾ. ആ വർഷങ്ങൾക്ക് ശേഷം അവരിതാ വീണ്ടും ഒന്നിച്ചില്ലേ? അതിനും ഒരു കാരണമുണ്ട്. എല്ലാം അങ്ങനെ ഈശ്വര നിശ്ചയം പോലെ വരുള്ളൂ. അതുകൊണ്ട് എൻ്റെ മോളിപ്പോൾ സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞ് കിരൺ അവളെ ചേർത്ത് നിർത്തി. പിന്നീടാണെങ്കിലോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി. ശാരിക്കാണെങ്കിലും ഒരു മനസ്സമാധാനവും ഇല്ല. റിസൾട്ട് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ ശാരി ആ ഡോക്ടറിനെ വിളിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു റിസൾട്ടൊക്കെ ആയിട്ടുണ്ട്, എന്തായാലും നമുക്ക് നേരി കണ്ടാലോ എന്ന് പറയുമ്പം അതേ ഡോക്ടറെ, ഞാൻ വേഗം തന്നെ അവിടെ എത്താമെന്നും പറഞ്ഞ് ശാരി ഡോക്ടറെ ചെന്ന് കാണുകയാണ്. പുള്ളിക്കാരനോട് എന്തായി ഡോക്ടറെ, ഞാൻ തന്ന ആ ഒരു മുടിനാരിഴ അതിൻ്റെ റിസൾട്ട് എന്തായെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അതെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ കരുതിയതുപോലെ തന്നെ അത് കൂട്ടുകാരിയുടെ കുട്ടി തന്നെയാണ്. എന്തായാലും കൂട്ടുകാരിക്കും ആ കൂട്ടുകാരിയുടെ ഭർത്താവിനും കൂടി ഉണ്ടായ കുഞ്ഞാണെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് കേട്ട നമ്മുടെ ശാരി തകർന്നു പോവുകയാണ്. തൻ്റെ കൂട്ടുകാരി എന്ന് പറയുന്നത് താരയാണല്ലോ. അപ്പോൾ താരയാണ്, അങ്ങനെ താരയുടേതാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇതിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പം താൻ കേൾക്കാനായിട്ട് ആഗ്രഹിക്കാത്ത കാര്യം, കിരണും കല്യാണിയും ഒക്കെ ഉറപ്പിച്ചു പറഞ്ഞ കാര്യം അത് സത്യം തന്നെയാണ്. തൻ്റെ ഭർത്താവ് ഇത്രയധികം വർഷങ്ങളായിട്ട് തന്നെ പച്ചയ്ക്ക് ചതിക്കുമായിരുന്നു എന്നുള്ള കാര്യം ശാരി അറിഞ്ഞു. ശാരിക്കാണെങ്കിലും ഇത് താങ്ങാവുന്നതിനും അപ്പുറത്തെ ഒരു കാര്യം തന്നെയാണ്. പിന്നീടാണെങ്കിലും ഇതിന് ഒക്കെ കാരണക്കാരനായിട്ടുള്ള നമ്മുടെ രാഹുലിനെ ശാരി കൊല്ലാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ശാരിയാണെങ്കിൽ വലിയ സങ്കടത്തിൽ, മനസ്സിലാണെങ്കിൽ ഒരുപാട് ദേഷ്യം, അത് നമ്മുടെ രാഹുലിനോടുള്ള ദേഷ്യവും അടക്കി പിടിച്ച് ശാരി വീട്ടിലേക്ക് വന്നു. അപ്പം അമ്മ വന്ന് കയറിയ പാടെ തന്നെ സരയുവാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, അമ്മയുടെ മുഖത്ത് എന്താ വല്ലാത്തൊരു സങ്കടം ഉണ്ടല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല മോളെ എന്നും പറഞ്ഞ് തൻ്റെ മകളല്ല സരയു എന്നുള്ള ആ ഒരു സത്യം അറിഞ്ഞിട്ടും സരയുവിനെ തള്ളിക്കളയാനായിട്ട് ശാരിക്ക് സാധിക്കുന്നേ ഇല്ല. എത്രമാത്രം ആട്ടി ഓടിച്ചു. അതുമാതിരിയുള്ള ആ ഒരു ഊമയായിട്ടുള്ള ഇവർക്കാർക്കും കണ്ണിൽ പിടിക്കാത്ത താരയ്ക്കും രാഹുലിനും കൂടെ ഉണ്ടായ ഒരു കുഞ്ഞാണ് സരയു എന്നുള്ളത് നമ്മുടെ ശാരിക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. അപ്പം താൻ നൊന്ത് പ്രസവിച്ച തൻ്റെ കുഞ്ഞ്, ആ കുഞ്ഞിനെ രാഹുൽ എന്ത് ചെയ്തു എന്നുള്ളൊരു ടെൻഷനൊക്കെ ആയി ശാരിക്ക്. അങ്ങനെ ശാരിയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് നമ്മുടെ രാഹുലിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അതെ, എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇങ്ങനെ പറഞ്ഞതും രാഹുലാണെങ്കിൽ എന്താ ശാരി, നിനക്ക് എന്താ ഒരു പ്രത്യേക ദേഷ്യം, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും അതെ, ഈ സംസാരം ഇത് നമ്മൾക്ക് രണ്ടുപേർക്കും ഇടയിൽ മാത്രം നിന്നാൽ മതി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളും താരയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞതും രാഹുലാണെങ്കിലോ
പെട്ടെന്ന് ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇവളിപ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് എന്താണാവോ കാര്യം? അതെ, പല പ്രാവശ്യം ആ താരയെന്ന് പറയുന്നവള് സരയു അവളുടെ മകളാണെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ കയറി ഇറങ്ങിയല്ലോ. അപ്പോഴൊന്നും ഞാൻ ഒന്നും വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. നിങ്ങളും അവളും കൂടി എന്നെ ചതിച്ചതാണല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശാരി രാഹുലിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. അതിനുശേഷം രാഹുലാണെങ്കിലും അവളെ അങ്ങ് തട്ടി മാറ്റുന്ന സമയത്ത് പുള്ളിക്കാരി സർവ്വശക്തിയും എടുത്ത് അവിടെ ഇരുന്നൊരു ഫ്ലവർ വേസ് എടുത്ത് നമ്മുടെ രാഹുലിന്റെ തലമണ്ടയ്ക്ക് അടിക്കുകയാണ്. അങ്ങനെ രാഹുൽ ബോധം കെട്ട് വീഴുന്ന ആ ഒരു അവസ്ഥ. അപ്പം ശരിക്കും പറഞ്ഞാല് തന്നെ ചതിച്ചവനെ കൊല്ലണം എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ശാരിക്കുള്ളൂ. അതിനുശേഷമാണെങ്കിലോ ഈ വിവരങ്ങളൊന്നും തന്റെ മകളെ അറിയിക്കരുതല്ലോ. അത് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ശാരി അത് രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ സമയത്താണെങ്കിലും എങ്ങനെയും കിരണിന്റെയും കല്യാണിയുടെയും ഒക്കെ സന്തോഷം കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ സരയു ആണെങ്കിൽ ഇറങ്ങി പുറപ്പെടുകയാണ്. അപ്പം അതിന് ഇനി ഒരേ ഒരു ആയുധം മാത്രമേ ഉള്ളൂ. തൻ്റെ അച്ഛനാണെങ്കിൽ വട്ടുപിടിച്ചു എന്നുള്ള രീതിയിൽ സരയു കാര്യങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഇവരെയൊക്കെ ഒന്ന് ഇല്ലാണ്ടാക്കണമെങ്കിൽ നമ്മുടെ പ്രകാശന്റെ സഹായം കൂടിയേ തീരുള്ളൂ. അപ്പൊ പ്രകാശനെ ചെന്ന് കണ്ട് കുറച്ച് കൈമടക്കൊക്കെ കൊടുത്ത് പ്രകാശനെ തൻ്റെ വശത്താക്കാം എന്നുള്ളൊരു ധാരണയിൽ സരയു പ്രകാശനെ തേടി എത്തുകയാണ്. നമ്മുടെ മൂങ്ങാമുത്തശ്ശിയാണ് കേട്ടോ പ്രകാശന്റെ അടുത്ത് നിൽക്കുന്നത്. പ്രകാശന്റെ കാര്യങ്ങളൊക്കെ നോക്കി ആ അമ്മ കൂടെ തന്നെയുണ്ട്. ഈ സമയത്താണെങ്കിലോ മുത്തശ്ശി എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് നമ്മുടെ സരയു അവിടെ ചെന്നു. സരയുനെ കണ്ട പാട് തന്നെ അല്ല മോളെ, ദേ ഇവനെ കുറച്ചുകൂടി വയ്യായികയുണ്ട്, അതുകൂടി മാറിയതിന് ശേഷം ഞാൻ അവിടെ വന്ന് ജോലിയൊക്കെ ചെയ്യാന്നാ വിചാരിച്ചത്. മോൾ എന്താ വന്നേന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അതെ ഞാൻ ജോലിയുടെ കാര്യം പറയാനൊന്നും വന്നതല്ല, ഞാൻ വന്നത് പ്രകാശനെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. എന്തായാലും ഇപ്പൊ എങ്ങനെയുണ്ട്, എന്താ അവസ്ഥയെന്നൊക്കെ അറിയണമല്ലോ. എൻ്റെ മോളെ, നിന്നെ പോലെ ഒരുപാട് സുമനസ്സുകളുടെ സഹായം ഉള്ളത് കൊണ്ട് മാത്രമാണ് എൻ്റെ മകൻ ഇന്നിങ്ങനെ ജീവിച്ചു പോകുന്നതെന്നും പറഞ്ഞ് സരയുവിനെ പുകഴ്ത്തി പറയാണ് മൂങ്ങ. ഇപ്പൊ മൂങ്ങയുടെ സ്വഭാവം നമുക്കറിയാം. ആരെന്ത് സഹായം ചെയ്താലും ആ ഒരു സമയത്ത് മാത്രമേ മൂങ്ങ നന്ദി കാണിക്കുകയുള്ളൂ. അതിനുശേഷമാണെങ്കിലും അവരോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സരയുവിനെ വാനോളം പുകഴ്ത്തി. അപ്പൊ സരയു ഇതൊക്കെ കേട്ടിങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ്. സരയുനോട് പറഞ്ഞു, മോളെ ആ കല്യാണി എന്ന് പറയുന്നവള് എത്ര അധികം പണമുള്ളവളാണ്, അവൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അതുപോലെ തന്നെ കാദംബരി ആണെങ്കിൽ ഇപ്പൊ കല്യാണിയുടെ കൂടെ മാത്രമേ നടക്കുകയുള്ളൂ. കല്യാണിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും കാദംബരി ചെയ്യില്ല. അതിനേക്കാൾ ഏറെ ദ്രോഹം ചെയ്തിട്ടുള്ളത് ദീപയാണെന്നും പറഞ്ഞ് ദീപയെ കുറിച്ചും കുറ്റം പറഞ്ഞു. അതെ മുത്തശ്ശി, ഒരു കാര്യം ആലോചിച്ചും വിഷമിക്കുമൊന്നും വേണ്ട. ദേ പ്രകാശന് എന്താവശ്യം വന്നാലും ഞങ്ങളെ അറിയിച്ചാൽ മതി, എന്ത് കാര്യത്തിനും ഞങ്ങൾ ഉണ്ടാവുമെന്നും പറഞ്ഞ് സരയു വാക്ക് കൊടുത്തു. അപ്പോഴത്തേക്കിനും നമ്മുടെ മൂങ്ങയ്ക്ക് സന്തോഷമായി. മോളെ, ഈ വാക്ക് തന്ന കൂടെ എൻ്റെ വിക്രത്തിനെ കൂടി ജയിലിൽ നിന്ന് ഇറക്കാനുള്ള കാര്യങ്ങൾ കൂടി മോളൊന്ന് ചെയ്യുമോ എന്ന് ചോദിക്കുക. കിട്ടിയ അവസരം അല്ലേ, അപ്പം വെച്ചു കൊടുക്കുകയാണ് നമ്മുടെ മൂങ്ങാമുത്തശ്ശി. അപ്പം സരയു പറയുന്നുണ്ട്, അതിനും എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം, പക്ഷേ ഇതിനൊക്കെ ഞങ്ങൾക്കൊരു പ്രതിഫലം വേണമല്ലോ. അതെ എന്താണെന്ന് പ്രകാശൻ ചോദിക്കുമ്പോൾ കല്യാണി കരയുന്നതാണ് എനിക്ക് കാണേണ്ടത്. കല്യാണിയുടെ ആ ഒരു സന്തോഷം അതൊക്കെ നശിക്കണം. അവള് ചില്ലറക്കാരിയല്ല, അവൾ ഒരുത്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ കിരണിനെ നഷ്ടപ്പെട്ടതെന്നും അത് എനിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു എന്നും ഒക്കെ പറഞ്ഞു. അപ്പം ഇപ്പോൾ ഉള്ള മനോഹരനാണെങ്കിൽ ഇപ്പം തൻ്റെ ജീവിതത്തിലുണ്ട്, അദ്ദേഹം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അടി അതെന്ന് പറഞ്ഞാൽ കിരൺ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയത് തന്നെയാണ്. അതിൻ്റെ ഒരു ദുഃഖം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് കല്യാണി കരയുന്ന കാഴ്ച കല്യാണി തീർക്കണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രകാശൻ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പം പ്രകാശനാണെങ്കിലോ ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി സരയുനോടൊപ്പം നിൽക്കുവാന്നും പറഞ്ഞ് വാക്ക് കൊടുക്കുകയാണ്. സ്വന്തം മകളെ കൊല്ലാനായിട്ട് മറ്റൊരുത്തിയോട് വാക്ക് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ തന്തയായിരിക്കും നമ്മുടെ പ്രകാശൻ. എന്തായാലും പ്രകാശൻ അങ്ങനെയൊക്കെ പറഞ്ഞു. ഈ സമയത്താണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ രൂപയെയും സേനനെയും ഒക്കെയാണ്. ഇപ്പൊ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശാരി അറിഞ്ഞ സത്യങ്ങളൊക്കെ അത് രാഹുലിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ ഈ ഒരു ഒളിച്ചുകളിയും ഈ ഒരു സന്തോഷമൊക്കെ അവസാനിക്കുമല്ലോ ദൈവമേ എന്നുള്ള ടെൻഷനാണ് നമ്മുടെ രൂപയ്ക്കുള്ളത്. രൂപം ഇതൊക്കെ സേനന്റെ അടുത്ത് പറയുന്ന സമയത്താണെങ്കിലോ
സേനം പറഞ്ഞു, എടി രാഹുൽ പഴയതുപോലെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. എൻ്റെ ആൾക്കാർ ഏത് സമയവും നമ്മുടെ മക്കളുടെ ചുറ്റും അതുപോലെ തന്നെ നമ്മുടെ വീടിന് ചുറ്റുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞ് രൂപയെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോഴും നമ്മുടെ പ്രകാശൻ എന്ന് പറയുന്ന ആ ഒരു തന്ത പുള്ളിക്കാരൻ നമ്മുടെ കല്യാണിയെ കൊല്ലാനായിട്ടുള്ള കരുക്കൾ നീക്കുകയാണ്. അതിനെല്ലാം ഒത്താശ ചെയ്തുകൊണ്ട് സരയും നിൽക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് ഇതിനോടൊപ്പം തന്നെ നല്ല സൂപ്പറായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശാരി കൊടുക്കുന്ന രാഹുലിന് കൊടുക്കുന്ന ആ ഒരു മുട്ടൻ പണി തന്നെയാണ്. എന്തായാലും കഥ ഏകദേശമൊക്കെ ക്ലൈമാക്സോടൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്